ഏവർക്കും സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമായിരുന്നു. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈശയാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു? ഞാൻ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ പറയട്ടെ. ഖുറാനിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. പല ക്രൈസ്തവ സഹോദരങ്ങളും അതിനെ എതിർത്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അതുകൊണ്ട് ആ കൺസെപ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയും ഈസ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ അന്തരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഏതൊക്കെ കാര്യങ്ങളായിരുന്നു എന്നുള്ളത് ഒന്നുകൂടെ ആവർത്തിക്കാം. ഇത് നമ്മൾ പറയാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരും അനിൽകുമാർ അയ്യപ്പനും തമ്മിൽ നടത്തിയ ഒരു സംവാദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ. നിരവധി ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ യൂട്യൂബിലൂടെയും അല്ലാതെ പല മീഡിയകളിലൂടെയും പറയുകയുണ്ടായി. അപ്പോൾ അതിനകത്തൊക്കെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം എനിക്ക് പ്രയാസകരമായി തോന്നിയത്, പരിഹാസത്തോടുകൂടെ മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ടൊക്കെ ഉള്ള സംസാരങ്ങളും മറ്റ് വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങളൊക്കെ അതൊരിക്കലും നല്ലതല്ലല്ലോ. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വാസ്തവം എന്താണെന്ന് അറിയുക എന്നുള്ളതും അറിയിക്കുക എന്നുള്ളതുമായ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഒരിക്കലും ഹനിക്കാൻ പാടില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ബഹുമാനം നമുക്കെപ്പോഴും ആവശ്യമാണ്. പരസ്പരം ബഹുമാനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു മതേതരത്വ മൂല്യത്തെ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിനകത്ത് ആരെയും ഇകഴ്ത്താനോ ആരെയും പുകഴ്ത്തുവാനോ അല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുകയും ആ വസ്തുനിഷ്ഠമായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിത അനുഭവമായി തീരുവാനും വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ സംക്ഷിപ്തമായ 4 പോയിന്റുകൾ ഞാനൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിനെയും ഈശയും തമ്മിൽ വേർതിരിക്കുന്ന, ആ വ്യക്തിത്വങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതായ അടിസ്ഥാനപരമായ 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന് ഫിലോളജിക്കലായിട്ടുള്ള, ഭാഷാശാസ്ത്രപരമായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് ആ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതൊക്കെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ദയവുണ്ടായിട്ട് അത് കാണുകയും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയും കൂടെയാണ് ആ കാര്യത്തിന് വേണ്ടി. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് വംശാവലിയിലുള്ള വ്യത്യാസം, ജീനിയോളജിക്കൽ ഡിഫറൻസിയേഷൻസിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. യേശു ക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. എന്നാൽ മറിയമിൻ്റെ മകനായിരിക്കുന്ന ഈസ ജനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചരിത്രപരമാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലേവി ഗോത്രമാണ്. കാരണം ഈസ എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലെങ്കിലും ലേവി ഗോത്രത്തിൽ അമ്രാമിൻ്റെ മകളും അതേപോലെ തന്നെ അഹറൂൻ്റെ സഹോദരിയുമായിരുന്ന ഒരു മിറിയം ഉണ്ട്. അത് മൂസാ നബിയുടെ സഹോദരിയും കൂടി ആയിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ട് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം ജോഗ്രഫിക്കൽ ഡിഫറൻസിയേഷനാണ്. അപ്പോൾ ഫിലോളജിക്കൽ, ജീനിയോളജിക്കൽ, ജോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജാതം ചെയ്തത് വളരെ കൃത്യമായിട്ട് അനേക സഹസ്രാബ്ദങ്ങളായി പ്രവാചകന്മാരിലൂടെ പങ്കുവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ ആയിരിക്കും എന്നുള്ളതും ആ പ്രകാരത്തിൽ ചരിത്രപരമായിട്ട് സംഭവിക്കുകയും ചെയ്ത ഒരു വസ്തുതയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഖുറാനികമായിട്ട് നോക്കിയാൽ അതൊരു അറബി നാടിൻ്റെ ചരിത്രത്തിൽ പശ്ചാത്തലത്തിൽ അവിടെ ഈന്തപ്പനയുടെ ചുവട്ടിലാണ് ഈസ ജാതം ചെയ്തത്. അല്ലാതെ പശുത്തൊഴുത്തിൽ കിടന്ന ഒരു ഈസായെക്കുറിച്ചല്ല, യേശുവിനെക്കുറിച്ചല്ല ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് യേശുവിൻ്റെ ജനനസമയത്ത് യേശുവിൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന ജോസഫിനെ കുറിച്ചും വളരെ കൃത്യമായിട്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ ഖുറാനിൽ ജോസഫിനെ കുറിച്ചുള്ള യാതൊരു പരാമർശവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളത് പിന്നീട് ഒരവസരത്തിൽ ഞാൻ പറയുന്നതായിരിക്കും. അതൊരു നമുക്ക് പൊതുവിൽ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. എങ്കിലും അത് നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനത് പറയുന്നതായിരിക്കും. ഖുറാൻ്റെ അനുബന്ധ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് പറയുക. അപ്പോൾ നാലാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയത് യേശു ക്രിസ്തുവിൻ്റെ മാതാവിനെ കുറിച്ചായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മാതാവ് കന്യക മറിയം, ആ മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ വന്ന് വളരെ കൃത്യമായിട്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് നൽകുകയും തുടർന്ന് ആ മറിയത്തെ വിവാഹം കഴിക്കാനായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നതായിട്ടുള്ള ജോസഫ് പിതാവിനോട് വന്നിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ജോസഫ് പിതാവും ആ കാര്യത്തെ വസ്തുതയെ മനസ്സിലാക്കി. യേശു ക്രിസ്തുവും വിശുദ്ധ മാതാവും അതുപോലെ വിശുദ്ധ യോസഫ് പിതാവും മാത്രമേ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഉള്ള അറിയിപ്പ് എങ്ങനെയായിരുന്നു യേശു ഉൽപ്പാദിതമായത് എന്ന് അറിഞ്ഞിട്ടുള്ളൂ. വേറെ ആർക്കും തന്നെ ആ
ആ കാലഘട്ടത്തിൽ സുവിശേഷ ലിഖിതങ്ങളിൽ വരുന്നിടം വരെയും അറിയുകയില്ലായിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിരുന്നില്ല. യേശു ഒരു വേശ്യാപുത്രനായിരുന്നു എന്ന് ഒരിക്കലും ആരും സംസാരിച്ചിട്ടുമില്ല, സംശയിച്ചിട്ടുമില്ല. എന്നാൽ ഖുറാനികമായിട്ട് നോക്കുമ്പോൾ അങ്ങനത്തെ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയല്ല, യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയല്ല ഈസ എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. അത് രാഹുൽ ഈശ്വരൻ കൂടെ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. രാഹുൽ ഈശ്വരനെ അനുകൂലിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്കറിയാവുന്ന പോലെ മനുഷ്യ ചരിത്രത്തെ രൂപപ്പെടുത്തിയ വ്യക്തികളിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയവരിൽ ഒരാളാണ് യേശു ക്രിസ്തു. 2000-ലധികം വർഷങ്ങളായി യേശുവിൻ്റെ വ്യക്തിത്വവും ഉപദേശങ്ങളും മരണവും ഉയർത്തെഴുന്നേൽപ്പും ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിലകൊള്ളുകയും ലോക നാഗരികതയെയും സംസ്കാരത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും തത്വചിന്തകളെയും മതചിന്തകളെയും ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലോകത്തിലെ രണ്ടാമത്തെ വലിയ മതമായ ഇസ്ലാമിലും ഈസായിക്ക് ഒരു പ്രധാന സ്ഥാനം ഖുർആൻ കൽപ്പിച്ചയക്കുന്നുണ്ട്. എന്നാൽ ഖുർആൻ ആ വ്യക്തിയെ വിളിക്കുന്നത് ഈസായിബിന് മറിയം, മറിയത്തിൻ്റെ മകനായ ഈസ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ അള്ളാഹു അയച്ച മഹാനായ പ്രവാചകന്മാരിൽ ഒരാളായി അവതരിപ്പിക്കുകയും ആ ഈസായെ വളരെ കൃത്യമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു പ്രേരിപ്പിച്ചോ അതുമാത്രം ചെയ്തു എന്നൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്. അതിനാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ആദരിക്കുന്ന അപൂർവ മതപുരുഷന്മാരിൽ ഒരാളാണ് യേശു എന്നതിന് നമുക്ക് സംശയമൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾ അല്ലെങ്കിൽ ഖുറാനികമായ ധാരണകൾ വളരെ വ്യത്യസ്തമാണെന്നുള്ളത് ഞാൻ വളരെ കൃത്യതയോടുകൂടെ ചരിത്രപരമായിട്ട് തെളിയിക്കുകയുണ്ടായി. ക്രിസ്തു മാർഗവും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകളായി ദൈവശാസ്ത്രപരമായ ചർച്ചകൾക്കും പണ്ഡിത പഠനങ്ങൾക്കും അതേപോലെ തന്നെ വലിയ ഡിബേറ്റുകൾക്കൊക്കെ വിഷയമായിട്ടുണ്ട്. ഈ രണ്ട് മതങ്ങളും അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ വേരൂന്നിവയാണെന്നും അല്ലെങ്കിൽ ഇബ്രാഹിമിൻ്റെ ചരിത്രത്തിൽ നിന്നും വന്നവയാണെന്നും ചില ചരിത്രപരമായ വിവരണങ്ങൾ പങ്കിടുന്നവയാണെന്നും സത്യമായിരിക്കുമ്പോഴും പ്രധാന ഉപദേശങ്ങളിലും മതപരമായ വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള ധാരണകളിലും അവ തമ്മിൽ ഗണ്യമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യേശുവിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, ദൗത്യം എന്നിവയും അതേപോലെ തന്നെ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യേകതകളും. ഈ രണ്ടു കൂട്ടരുടെയും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം എന്താണെന്ന് അറിയുമ്പോഴാണ് ഈ വ്യക്തികൾ രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവത്തിൻ്റെ നിത്യ പുത്രനായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി തൻ്റെ ക്രൂശ് മരണത്തിലൂടെയും ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിലൂടെയും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ചരിത്രത്തിലേക്ക് കടന്നു വന്നവനായി വിശ്വസിക്കുന്ന ഏക സത്യനിത്യ ദൈവത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മറുവശത്ത് മുസ്ലിങ്ങൾ ഈസായുടെ ദൈവത്വം നിഷേധിക്കുകയും ഏക ദൈവാരാധന പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ തൗഹീദിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയും പിന്നീട് വരാനിരിക്കുന്ന വെളിപ്പാടിനായി ജനങ്ങളെ ഒരുക്കുകയും ചെയ്ത മഹാനായ ഒരു പ്രവാചകനും ദൂതനുമായാണ് ഈസായെ കണക്കാക്കിയിരിക്കുന്നത്. ഈ വ്യത്യസ്തമായ സമീപനങ്ങളിൽ ബൈബിളിൽ അവതരിപ്പിക്കപ്പെടുന്ന യേശുവും ഖുറാനിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈസയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സുപ്രധാനമായ ദൈവശാസ്ത്രപരവും ചരിത്രപരവുമായ ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. പുതിയ നിയമം യേശുവിനെ പഴയ നിയമത്തിലെ മശിഹ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായും ലോകത്തിനായുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയുടെ കേന്ദ്ര വ്യക്തിയായിട്ടുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ഉപദേശങ്ങളും അത്ഭുതങ്ങളും ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും വീണ്ടും വരുമെന്ന വാഗ്ദത്തവും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറയാണ്. പുതിയ നിയമത്തിലുടനീളം യേശുവിനെ ദൈവികമായ പദവികളും അധികാരങ്ങളും വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ജഡമായിത്തീർന്ന ദൈവവചനമാണ്, ലോകത്തിൻ്റെ പാപം ചുമന്നുകൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, മനുഷ്യരാശിയുടെ രക്ഷകനാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള കർത്താവാണ്. അതിനാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവവുമായി അനുരഞ്ജനം പ്രാപിക്കുന്നതിനും നിത്യരക്ഷ ലഭിക്കുന്നതിനും അനിവാര്യമാണെന്ന് ക്രിസ്തീയ ഉപദേശം പഠിപ്പിക്കുന്നു. ഇതിന് വിപരീതമായി ഖുർആൻ ഈസയെ കന്യകയായ മറിയമിൽ നിന്ന് ദൈവിക ഇടപെടലിലൂടെ, അപ്പോൾ വ്യത്യസ്തമായ ഇടപെടലുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതാണ് നാലാമത് നമ്മൾ ചിന്തിച്ചത്. അതായത്
പല മലക്കുകൾ വന്നിട്ട്, പല എന്നുള്ള പദം അവിടെ ഉണ്ടോ എന്ന് എന്നോടൊരു മുസ്ലിം സഹോദരൻ ചോദിക്കുകയുണ്ടായി. പല എന്നില്ല, മലക്കുകൾ വന്നു എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നിട്ട് ഇട്ടുകൊടുത്ത അള്ളാഹുവിൻ്റെ കലിമയാണ് ഈസ എന്ന്. അള്ളാഹുവിൻ്റെ കലിമ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു കലിമയാണ്, കലിമ ജഡമായി തീർന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കലിമ എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. ആ വചനം ജഡമായി തീർന്നവനാണ് യേശു ക്രിസ്തു. അതോടൊപ്പം തന്നെ സൂറ അത്തരീം വളരെ കൃത്യമായിട്ട് പറയുന്നത് അള്ളാഹു മറിയമിൻ്റെ ഫ്രിഡ്ജിൽ ഊതിയിട്ടാണ് ഈസ ഉൽപ്പാദിതമായെന്ന്. അത് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മൂന്നാമത്തേത് ഖുറാനിൽ സൂറ ആലും ഇമ്രാനിലും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൂറ മറിയത്തിലും, അതേപോലെ അത്തരീം. അപ്പോൾ സൂറ ആലും ഇമ്രാനിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ മലക്ക് വന്നിട്ട് പൂർണ്ണ ആൾരൂപമായി തീർന്നു എന്നുള്ളതാണ്. ഈ 3 ആയത്തുകൾ വ്യത്യസ്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ പൂർണ്ണ ആൾരൂപമായിട്ട് കാര്യം സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇതൊന്നും തന്നെ ബൈബിൾ അടിസ്ഥാനത്തിലുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല എന്നുള്ളത് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കണമേ എന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം സത്യം നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സത്യത്താൽ സ്വതന്ത്രമാകാൻ കഴിയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ദയവുണ്ടായിട്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണല്ലോ ഖുറാൻ തന്നെ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക, വിശുദ്ധ ബൈബിളും പരിശോധിക്കുക. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആരംഭം മുതൽ അവസാനം വരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഖുറാനിൽ അതില്ല എന്നുള്ളതും വലിയൊരു അപര്യാപ്തതയായിട്ട് തന്നെ, ഖുറാൻ്റെ അപര്യാപ്തതയായിട്ട് തന്നെ പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഖുറാൻ ഈസയ്ക്ക് നിരവധി അസാധാരണ അത്ഭുതങ്ങൾ ആരോപിക്കുകയും അദ്ദേഹത്തെ മശിഹ എന്ന് വിളിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഈസ ദൈവപുത്രനാണെന്നോ ദൈവതൃത്വത്തിൻ്റെ ഭാഗമാണെന്നോ ഉള്ള ആശയം വ്യക്തമായി നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക ദൈവശാസ്ത്രം അനുസരിച്ച് അള്ളാഹു ഏകനും അതുല്യനുമാണ്. അവനോട് പങ്കുചേർക്കപ്പെടുന്ന ഏതൊരു സങ്കല്പവും സിർക്ക് എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ആ സിർക്ക് പ്രോത്സാഹിപ്പിച്ചുള്ള ആയത്തും ഖുറാനിലുണ്ട്. അത് പിന്നീട് ഞാൻ ഈ സന്ദർഭവശാൽ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, പിന്നീട് അത് വിശദമായിട്ട് പറയാം. അതിനാൽ ദൈവത്വം, ദൈവപുത്രത്വം, പ്രായശ്ചിത്തം, ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, രക്ഷ എന്നീ വിഷയങ്ങളിൽ ഖുറാനിലെ ഈസയുടെ ചരിത്രം പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ചിത്രത്തിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമുള്ളത് തന്നെയാണ്. അപ്പോൾ ഇരു പാരമ്പര്യങ്ങളും യേശുവിനെ ആദരിക്കുന്നുവെങ്കിലും യേശുവിന് നൽകുന്ന ദൈവശാസ്ത്രപരമായ സ്ഥാനവും അർത്ഥവും വ്യത്യസ്തമാണ്. ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസയും തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും ദൈവശാസ്ത്രജ്ഞന്മാരുടെയും ചരിത്രകാരന്മാരുടെയും പ്രതിരോധ ശാസ്ത്ര പണ്ഡിതന്മാരുടെയും മതാന്ത സംവാദ ഗവേഷകരുടെയും വിപുലമായ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ചില ഗവേഷകർ ഈ 2 പാരമ്പര്യങ്ങളും ഒരേ ചരിത്ര വ്യക്തിയെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നുവെന്ന് വാദിക്കുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ രാഹുൽ ഈശ്വരും വാദിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അത് വളരെ തെറ്റാണെന്ന് പ്രിയപ്പെട്ട അനിൽകുമാർ അയ്യപ്പൻ വളരെ കൃത്യതയോടുകൂടി പറയുകയുണ്ടായി. മറ്റു ചിലർ ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ അത്രമേൽ അടിസ്ഥാനപരമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും, ഞാനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്, ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസയും 2 വ്യത്യസ്ത മത ചിത്രീകരണങ്ങളാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ഈ അഭിപ്രായം എന്ന് പറയുന്നത് കേവലം അഭിപ്രായമല്ല, ശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ തന്നെ ആ വേർതിരിവുകളെ വെളിപ്പെടുത്തി തരികയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കുന്നത് അക്കാദമിക പഠനത്തിനും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള അർത്ഥവത്തായ സംവാദത്തിനും അതോടൊപ്പം തന്നെ ഡയലോഗിനും അത് അത്യന്താപേക്ഷിതമാണ്. സൂക്ഷ്മമായ താരതമ്യ പഠനം ഈ 2 വിശ്വാസ പാരമ്പര്യങ്ങൾക്കും ഇടയിലെ പൊതുവായ ഘടകങ്ങളെയും ആഴത്തിലുള്ള ഉപദേശപരമായ വ്യത്യാസങ്ങളെയും വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ എൻ്റെ ഒരു പഠനം ബൈബിളിലെ യേശുവിനെയും ഖുറാനിലെ ഈസയെയും സംബന്ധിച്ച് ഒരു താരതമ്യ ദൈവശാസ്ത്രപരമായ വിശകലനം നടത്തുകയാണെന്ന് ഞാൻ വളരെ കൃത്യമായി ആരംഭത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈസയുടെയും യേശുവിൻ്റെയും വ്യക്തിത്വം, നാമം, വംശാവലി, ദൗത്യം, ഉപദേശങ്ങൾ, അത്ഭുതങ്ങൾ, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അന്ത്യകാല അല്ലെങ്കിൽ കിയാമത്ത് നാളിലെ കാര്യങ്ങൾ, ദൈവശാസ്ത്രപരമായ പ്രാധാന്യം എന്നിവയെ ഈ പഠനത്തിലൂടെ ഞാൻ പരിശോധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട സമയം ഈ പഠനത്തിന് വേണ്ടി ഒരല്പമായിട്ടെങ്കിലും മാറ്റിവെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്തു മാർഗത്തെയും ഇസ്ലാമിനെയും വേർതിരിക്കുന്ന പ്രധാന ഉപദേശങ്ങളായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം,
രക്ഷാശാസ്ത്രം, ക്രൂശീകരണം, മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ബന്ധത്തിൻ്റെ സ്വഭാവം എന്നിവയ്ക്ക് പ്രത്യേക ശ്രദ്ധ ഞാൻ എൻ്റെ ഈ ക്ലാസ്സുകളിൽ നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ബൈബിളും അതേപോലെ ഇസ്ലാമിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളായിരിക്കുന്ന ഖുറാനും ഹദീസുകളും സീറയും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. മാത്രമല്ല പ്രാഥമിക സ്രോതസ്സുകളായിരിക്കുമ്പോൾ തന്നെ മറ്റ് പല ഭാഗങ്ങളും ചരിത്രപരമായ വസ്തുതകളും നമ്മൾ പരിശോധിക്കുകയും ചെയ്യും. ഈ രണ്ട് ചിത്രീകരണങ്ങൾ തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും സമഗ്രമായും ക്രമബദ്ധമായും വിശകലനം ചെയ്യുക എന്നാണ് ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ പഠനത്തിൻ്റെ പ്രാധാന്യം താരതമ്യ ദൈവശാസ്ത്രത്തിൻ്റെയും അതേപോലെ തന്നെ മതാന്തര ധാരണയ്ക്കും നൽകുന്ന സംഭാവനകളിൽ ഒരു പ്രധാനപ്പെട്ട സംഭാവനയും കൂടെ ആയിരിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അതിനാൽ തന്നെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് മാത്രമേ അതിൻ്റെ അടിയിൽ കമൻറ്റ്സ് എഴുതുന്നവർ വളരെ മാന്യതയോടുകൂടി അതേപോലെ തന്നെ പരസ്പര വിശ്വാസത്തോടുകൂടി മാത്രമേ കമൻറ്റ്സ് എഴുതാവൂ എന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതാരെയും കൊച്ചാക്കാനോ ഇതാരെയും വെല്ലുവിളിക്കാനോ ഇതാരെയും മോശപ്പെടുത്താനോ ഇതേതെങ്കിലും പ്രത്യേക ആളുകളെ ഉയർത്താനോ ഒന്നുമല്ല, മറിച്ച് ചരിത്രപരമായ വസ്തുതകളെ ഉള്ളതുപോലെ സത്യസന്ധമായി പഠിക്കാനായിട്ടുള്ള ഒരവസരമാണ്. ഇതിന് നിങ്ങൾ സമയം കണ്ടെത്തും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പലപ്പോഴും രണ്ട് ഭാഗങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിലുണ്ട്, ക്രിസ്ത്യ വിഭാഗത്തിലെ പല അന്തർ വിഭാഗങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പ്രത്യേകമായ പഠനത്തിലൂടെ ദൂരീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്ത് എൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതും കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഉത്തരങ്ങൾ പറയുകയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നതെന്നുള്ളതും കൂടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ന പ്രോത്സാഹനങ്ങൾക്കായിട്ട് നന്ദി കരയറ്റുകയാണ്. അപ്പോൾ ബൈബിളിലെയും ഖുറാനിലെയും ഈശയും യേശുവും അതിലെ കൃത്യമായി പരിശോധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ മാർഗം അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ദൈവശാസ്ത്ര അടിത്തറകൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു പഠനമായിരിക്കും ഇവ എന്നുള്ളതും ഓർപ്പിക്കട്ടെ. അവസാനമായിട്ട് ബൈബിളും ഖുറാനും യേശുവിനെയും യേശുവിൻ്റെ മാതാവായ മറിയത്തെയും ചരിത്രപരമായ ഘടകങ്ങൾ പങ്കുവെക്കുന്നുണ്ടെങ്കിലും വ്യക്തിത്വം, ദൗത്യം, അധികാരം, ദൈവശാസ്ത്രപരമായ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ അവയുടെ ചരിത്രഗണങ്ങൾ ഗണ്യമായി വ്യത്യാസപ്പെടുന്നുവെന്നും കൂടെ ഞാൻ പറഞ്ഞു വെക്കുകയുണ്ടായി. അപ്പോൾ അത് കുറച്ചും കൂടെ വിശദമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും. ബൈബിളിലെ യേശു ദൈവപുത്രനും ലോകത്തിൻ്റെ രക്ഷകനുമായി അവതരിക്കപ്പെടുമ്പോൾ ഖുറാനിലെ ഈസ അല്ലാഹുവിൻ്റെ ദാസനും മനുഷ്യപ്രവാചകനുമായി മാത്രം അവതരിപ്പിക്കപ്പെടുന്നു. ഈ വ്യത്യാസങ്ങൾ ഉപദേശപരമായ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമല്ല, മറിച്ച് ഇത് നമ്മുടെ രക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് കൂടുതൽ ഊന്നി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇനിയും അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നിടം വരെയും നന്ദി, നമസ്കാരം.